നൊയിമ്പുകാലം 3-ാം വാരം വ്യാഴം. തിരുവചനം. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14-ാം തിരുവചനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഊമനായ ഒരുവനെ സുഖപ്പെടുത്തിയപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നതിന് പകരം കുറേ പേർ ബീർസബബിനെ കൊണ്ടാണ് യേശു സൗഖ്യം നൽകിയത് എന്ന ആരോപണം ഉന്നയിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ പിശാചിന് പല പേരുകൾ നമുക്ക് കാണാം. നുണയൻ, നുണയുടെ പിതാവ്, കള്ളം പറയുന്നവൻ, കൊലപാതകി, ദുഷ്ടൻ, പ്രലോഭകൻ. കൗശലക്കാരനായ പിശാച് സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രലോഭനങ്ങൾക്ക് രൂപം മാറ്റിക്കൊണ്ടിരിക്കും. ആദിമ മാതാപിതാക്കന്മാരോട് ദൈവത്തെ പോലെ ആകാം എന്ന് പറഞ്ഞു. ഉയർന്നു ചെന്ന് ദൈവത്തെ താഴെ ഇറക്കുവാൻ ബാബേൽ ഗോപുരം പണിയിപ്പിച്ചു. അസൂയയുടെ ചെറിയൊരു ഡോസ് കൊടുത്തപ്പോൾ കായൻ ആബേലിനെ വധിച്ചു. ഒരിക്കൽ വീണ് കിട്ടിയാൽ അടുത്ത വീഴ്ച എളുപ്പമായിരിക്കും. ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ബത്ശബയുമായി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഊറിയായുടെ വധം പെട്ടെന്ന് പിന്നെ നടക്കുകയാണ്. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. യേശുവിൻ്റെ 2 നിരീക്ഷണങ്ങൾ നമുക്ക് ഈ വേളയിൽ ഓർമ്മിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ പുറത്തുപോയ ദുഷ്ടാത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടന്നാലും അവസാനം ദുഷ്ടരായ 7 ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവന്ന് പഴയ മനുഷ്യൻ്റെ ഭവനത്തിൽ കയറി വാസം ഉറപ്പിക്കും. ആകയാൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാം തിരുവചനം, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ.